പോകുന്നു. സ്ത്രീയെ ശരിക്കും വീട്ടുജോലിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ. ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ കഥയിലുള്ളത്. ഭർത്താവ് തിരക്കുള്ളൊരു പൊതുപ്രവർത്തകനാണ്. ഓക്കെ, ഇതിലെ ഭർത്താവ് ആരാണ്? ഒരു പൊതുപ്രവർത്തകനാണ്. നമ്മുടെ ഈ കഥയിലെ ഭർത്താവ് ആരാണ്? ഒരു പൊതു പ്രവർത്തകനാണ്. ഭർത്താവ് ഒരു പൊതുപ്രവർത്തകനാണ്. ഭാര്യ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഭാര്യ ഗാർഹിക ചുമതല, അതായത് ഇപ്പോഴത്തെ നമ്മൾ സ്റ്റൈലാക്കി ഹൗസ് വൈഫാണെന്നൊക്കെ പറയില്ലേ. ഭാര്യ ഒരു ഹൗസ് വൈഫാണ്. ദാമ്പത്യത്തിന്റെ പ്രധാന ഘടകം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പരസ്പര വിശ്വാസവും ധാരണ അല്ലേ. ഒരു ഭാര്യയും ഭർത്താവും നന്നായിട്ട് വിശ്വാസവും പരസ്പര ധാരണയും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് നല്ല സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? ഒരാൾ ചുമതലകളിൽ ഉപേക്ഷ കാണിക്കുമ്പോഴോ ധാരണകൾക്ക് വിരുദ്ധമായി പെരുമാറുമ്പോഴോ ആണ് ഈ വിശ്വാസത്തിന് പ്രശ്നം വരുന്നത്. ഇവിടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള അന്തരമാണ് താളപ്പിഴകൾ സൃഷ്ടിക്കുന്നത്. പുരുഷന്റെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. അയാൾക്ക് ഭാര്യയോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചില സ്വാതന്ത്ര്യങ്ങൾ അയാൾ ആഗ്രഹിക്കുന്നു. പൊതുപ്രവർത്തന സമൂഹത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ. പൊതുപ്രവർത്തനത്തിന് സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ചിലരോട് ഇടപെടേണ്ടി വരും. ഭാര്യ അത് മനസ്സിലാക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്ക് കൂടാനൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അയാൾ പ്രീതിപ്പെടുത്താൻ പറയുന്നത് പലപ്പോഴും പിണക്കത്തിന്റെ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ പനി ബാധിച്ച മകളെ താലോലിക്കാൻ അദ്ദേഹത്തിന് മടിയില്ല, പക്ഷെ കുട്ടി അതിന് വരുന്നില്ല. അതാണ് കഥ. ഭർത്താവിനോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഭാര്യ ഈ കഥയിൽ പറയുന്നുള്ളൂ. എന്താ? 7ാം നിലയിലെ ഫ്ലാറ്റിൽ സൂക്ഷിച്ചിട്ടുള്ള ചപ്പുചവറുകൾ താഴെ കൊണ്ടുപോയി ഉപേക്ഷിക്കണം. നീണ്ട യാത്ര കഴിഞ്ഞ് കുറേ പരിപാടികൾ കഴിഞ്ഞ് വന്ന അയാൾ വളരെ ക്ഷീണിതനാണ്. ഭാര്യയെ അനുനയിപ്പിക്കാൻ അയാൾ എടുത്ത അടവാണ് ശ്രീ ഭഗവതി എന്ന അഭിസംബോധന. ഓക്കെ, അപ്പോൾ ഭാര്യയെ അദ്ദേഹം വിളിക്കുന്നതാണ് എന്ത്? ഗാർഹിക ശ്രീ ഭഗവതി. ഓക്കെ, ഭാര്യയെ വിളിക്കുക, അതാണ് നമ്മുടെ പാഠത്തിന്റെ പേരിലെ എന്ത്? ശ്രീ ഭഗവതി. ഭാര്യ അദ്ദേഹം സോപ്പിടാനല്ല, കുറച്ചൊന്ന് ഇതാവാൻ വേണ്ടി തമാശക്ക് വിളിക്കുന്നതാണ് ശ്രീ ഭഗവതി. പിന്നെ അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. അതിന് പിന്നിലെ ഗൂഢദേശം അവൾ ഗ്രഹിക്കാതിരിക്കുന്ന അയാൾക്കറിയാം. താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമേ അയാൾ കാംക്ഷിച്ചുള്ളൂ. അതായത് 7ാം നിലയിൽ നിങ്ങളൊന്ന് താഴെ കൊണ്ടുപോയി തട്ടു. പിന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോൾ രണ്ടാളും ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പരസ്പരം ഒരു പങ്കാളിത്തം വഹിക്കണം. ഞാൻ മാത്രം ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തോ സഹായിച്ചൂടെ എന്നൊക്കെയാണ് നമ്മുടെ ഭാര്യയുടെ ചോദ്യം. പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഭർത്താവിൻ്റെ ഉള്ളിലെ പുരുഷാധിപത്യം മേൽക്കൈ നേടുന്നതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഗാർഹികമായ എല്ലാ കാര്യങ്ങളെയും പുരുഷൻ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. അനാവശ്യമായി ഭർത്താവിനെ സംശയിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഭാര്യയുടെ നിലപാടിനോട് നമുക്ക് വിയോജിപ്പില്ലേ. വെറുതെ ഇപ്പോൾ ഭർത്താവിനെ സംശയിക്കുമ്പോൾ നമുക്ക് വിയോജിപ്പായിരിക്കാം, പക്ഷേ അവൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും അവഗണനയും അതും നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം അവൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതും പറയപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതുമാത്രമേ ഭാര്യ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പുരുഷന്റെ തന്ത്രങ്ങളും ഏകാധിപത്യവും അവൾക്ക് നേരെ നിരന്തരം പ്രയോഗിക്കപ്പെടുന്നു. മികച്ചൊരു സ്ത്രീപക്ഷ രചനയായി ശ്രീ ഭഗവതി മാറുന്നത് അങ്ങനെയാണ്. ശ്രീ ഭഗവതി എന്ന വിശേഷണം സ്ത്രീക്ക് അപമാനമാണ്. അവളിൽ ദിവ്യത്വവും പരിപാവനതയും എല്ലാം ആരോപി തലമുറകളായി പുരുഷൻ അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ശ്രീ ഭഗവതി എന്ന്? നമ്മളെ ഹിന്ദു മതാചാര പ്രകാരം ഒരു ദൈവത്തിൻ്റെ വേറൊരു പ്രതീകവൽക്കരിച്ചൊരു പേരാണ് ശ്രീ ഭഗവതി അല്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്ത്രീക്ക് എന്ത് കൊടുക്കുകയാണ്? പരിപാവനമായൊരു ദൈവീകത കൊടുക്കുമ്പോൾ സ്ത്രീനെ അങ്ങനെ ആക്കി വെക്കുകയാണെന്നാണ് പറയുക. അതൊരു കുറ്റപ്പെടുത്തലാണ്. ഓക്കെ, ഭർത്താവിനോട് അവൾ കലഹിക്കുന്നുണ്ട്, അകാരണം അയാളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം അനുഭവിക്കുന്ന അവളുടെ മാനസിക സംഘർഷത്തിൽ നിന്ന് ആശ്വാസം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കഥ. പുരുഷൻ അവളെ അനൗചിത്വം നിറഞ്ഞ വിശേഷണങ്ങൾ അപമാനിക്കുന്നു. എത്ര കൈക്കിറക്കങ്ങളാണ് ഒരു ആയുസ്. ഒരു വാളും കൂടി വീശിയല്ലോ അവൾ. അങ്ങനെ പിന്നെ കഥയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഈ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അവരുടെ ജീവിതമാണ് ഈ കഥയിലൂടെ നമുക്ക് ആരാണ് എഴുതിയത്? ഗീതാ ഹരണ്യൻ എന്ന് പറയുന്ന എഴുത്തുകാരി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കഥ തുടങ്ങുന്നത് തന്നെ എന്താണ്? പുരുഷന് നമ്മുടെ ഭർത്താവും ഭാര്യയും തമ്മിലൊരു സംഭാഷണത്തോടെയാണ് നമ്മൾ കഥ തുടങ്ങുന്നത് അല്ലേ. അതായത് താഴെ നിലയിൽ ലിഫ്റ്റിനകിരുന്ന പറവുകാരൻ സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റ് ബഹുമാനിച്ചത് അയാളെ നന്നായി സന്തോഷിപ്പിച്ചെങ്കിലും ലിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ അസാധാരണ വിധം ഉള്ളം പിടിച്ചു. ഒരു പൊതുകാര്യ പ്രസക്തന് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത
അയാൾ പോകുന്നത്. അങ്ങനെ കറണ്ടില്ല സാറിൽ നിന്ന് പടി കുറേ കയറേണ്ടി വരും. അപ്പോൾ ലിഫ്റ്റിന് ലിഫ്റ്റില്ല, വർക്ക് ചെയ്യുന്നില്ല, ഫ്ലാറ്റിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ സാറിന് കുറേ. അപ്പോൾ അയാൾ പറയാണ്, രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ് നമ്മുടെ നായകൻ. ശ്രീ ഭഗവതി എന്ന കഥയിലെ നായകനാണ് പൊതുപ്രവർത്തകനാണ് അല്ലേ. പുരുഷന്റെ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുന്ന ഈ കഥയുടെ പ്രാധാന്യം എന്ത്? ഈ കഥയുടെ പ്രാധാന്യം എന്താണ്? നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, പിന്നെ ഒരു ദാമ്പത്യത്തിൽ പറയുന്ന കുറേ പ്രശ്നങ്ങളും അല്ലേ, പരസ്പര വിശ്വാസവും സ്നേഹവും നശിച്ചാൽ പിന്നെ ആ ദാമ്പത്യം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഈ ഒരു കഥയിലൂടെ ഇതിപ്പോൾ കഥ അറിയാത്ത നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയ സംഭവങ്ങളാണ് അല്ലേ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നു? ഫ്ലാറ്റിലേക്ക് കയറി പോകുന്നു. നമ്മുടെ സെക്യൂരിറ്റി പറയുന്നു, സാറേ കറണ്ട് ഇല്ല, സാറ് മുകളിൽ വരെ എന്ത് ചെയ്യണം, കയറി പോകണം. പിന്നെ അങ്ങനെ അയാൾ എന്ത് ചെയ്തു? എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്ത ലാവകളുടെ സമുദ്രമാണ് ഉള്ളിലെന്ന് സൂചന. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? പടി കയറി ഫ്ലാറ്റിന്റെ വാതിൽ തട്ടുമ്പോൾ ഭാര്യയായിരിക്കും എന്ന് അദ്ദേഹത്തിന് ഊഹിക്കുകയാണ്. തോളിൽ ചാഞ്ഞുറങ്ങുന്ന മകളുമായാണ് ഭാര്യ വാതിൽ തുറന്ന് തോളിൽ ഒരു കുട്ടി ഉറങ്ങുന്നുണ്ട്. അയാൾ മെല്ലെ കുട്ടിയൊന്ന് തട്ടി. ഉണർത്തണ, കൊച്ചിന് പനിക്കുന്നുണ്ട്. കുട്ടിയുടെ മേൽ പനിയുടെ ചുവന്ന് തിണർത്ത പാടുകളുണ്ട്. മിനിയാന്ന് വൈകുന്നേരം വരുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ എന്തേ മിനിയാന്ന് വൈകുന്നേരം വരാഞ്ഞത്? ഭാര്യ ഉദ്ദേശിക്കുന്ന അയാളുടെ പൊതുകാര്യ പ്രവർത്തനം അറിയാതെങ്കിലും അയാളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. മന്ത്രിമന്ദിരങ്ങളും കാവൽ നിൽക്കുന്ന രാഷ്ട്രീയ ദല്ലാളുകളെ എല്ലാം കണ്ട് കയറിയിറങ്ങി താൻ എത്ര ക്ഷീണിതനായി വന്നിരിക്കുന്നു എന്നുള്ള ചോദ്യമൊന്നും ഭാര്യയ്ക്കില്ല. കൊച്ചിനെ കിടത്തട്ടെ, എന്നിട്ട് വെള്ളം തരാം എന്ന്, അവൾ ചായ തരാമെന്ന് പറഞ്ഞ അയാൾ പോകുന്നു. അങ്ങനെ അയാൾ സെറ്റിൽ ഒതുങ്ങിയിരുന്നു. മകൾക്ക് കിടക്കാൻ ഇടമൊരുക്കി. അവൾ കുട്ടിയെ അയാളുടെ അരികിൽ കിടത്തി ചായ എടുക്കാൻ പോയി. നല്ല പനി, ഡോക്ടറെ കാണിച്ചോ? ഇല്ല. നിങ്ങളും കൂടി വന്നിട്ട് പിന്നെന്തിനാ എന്നെ കാത്തത്? നിസ്സാര കാര്യത്തിന് ഡോക്ടറെ കാണിക്കുക, എന്നെ നിനക്ക് കൊണ്ടുപോയി കൂടെ? ഭാര്യ മിണ്ടിയില്ല. ഈ അനാവശ്യ ക്ഷോഭത്തിന് മറുപടി ഇല്ലാഞ്ഞിട്ടില്ല. അവളപ്പോൾ എന്ത് ചെയ്തു? കുട്ടി അയാളുടെ ഒച്ച കുട്ടിയെ കരയിക്കാൻ ധാരാളമായി. അതുകൊണ്ട് എൻ്റെ മോൾ ഉറങ്ങിക്കോ എന്ന് കുട്ടിയുടെ ചന്തിൽ മെല്ലെ തട്ടി അവൾ ഉറക്കാൻ തുടങ്ങി. തീനാളങ്ങളും ചായക്കെറ്റിലും തമ്മിലുള്ള കുശലം ഇത്തിരി ആ നേരം അയാൾ ഇരുപ്പ് മുറി അപേക്ഷിച്ച് അടുക്കളയിലേക്ക് പോയി. അങ്ങനെ അയാൾക്ക് പാൽപ്പൊടി ഇല്ലാതെ വയ്യെങ്കിലും ഭാര്യ അയാൾക്ക് ചായ കൊടുത്തു. എങ്കിലും അവർ തമ്മിലുള്ള അന്തസംഘർഷങ്ങളാണ് ഈ ഒരു കഥയിലൂടെ മുന്നോട്ട് പോകുന്നത്. ഭാര്യ പറയുന്നത് എന്താണ്? പിന്നെ ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ജോലിയിൽ പകുതി സഹായിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം ഭാര്യ ചോദിക്കുന്നു അല്ലേ. ഒന്നാമത് അയാൾ ഭാര്യ എപ്പോൾ ശ്രീ ഭഗവതി എന്ന് വിളിച്ച് ഒരുപക്ഷെ ഒരു പരിഹാസ രൂപത്തിൽ വിളിക്കുന്നു. അപ്പൊ ഭാര്യയെ അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ദൈവിക രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രത്യേകത ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അങ്ങനെ മകളെ അയാളെ ഏൽപ്പിച്ച് അവൾ എന്ത് ചെയ്തു? അയാൾക്ക് ചായ എടുക്കാൻ പോകുന്നു, അയാൾക്ക് ചായ കൊടുക്കുന്നു. പിന്നീട് അവർ രണ്ടാൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നു, കുട്ടി കരയുന്നു. അങ്ങനെ ലാസ്റ്റ് കുട്ടിയുടെ കരച്ചിലും ഈ ഒരു അന്തസംഘർഷത്തോടു കൂടിയ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കഥയിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? സ്ത്രീകളെ ഗാർഹിക ജോലികളിൽ തന്നെ ഒതുക്കി നിർത്തുന്ന ഒരു സമൂഹമാണല്ലോ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന ചോദ്യം ഗീതാ ഹരണ്യൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഈ ഒരു കഥയിലൂടെ നമ്മളോട് ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഥയുടെ പേര് ശ്രീ ഭഗവതി എന്നാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കണ്ടോ, പുരുഷന്മാരുടെ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്ന ഈ കഥയുടെ പ്രാധാന്യം എന്തെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പുരുഷന്മാരുടെ കാഴ്ചപ്പാടിൽ എന്താണ് സത്യം? പുരുഷന്മാർക്ക് ഒരു മേൽക്കോയ്മ അല്ലേ. അവരെന്താണ്? വീട്ടുജോലി ഒന്നും ചെയ്യത്തില്ല, അവർ ജോലി മാത്രമേ ചെയ്യൂ. ഭാര്യ മാത്രം ഗാർഹിക ജോലി ചെയ്യണം, പുറത്തു പോയി അല്ലാത്ത ജോലിയും ഭാര്യ ചെയ്യണം. അതായത് ഇൻകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉദ്യോഗസ്ഥരോ ഒക്കെ ആയ ഭാര്യമാരുണ്ടാവും. എന്നിട്ട് വീട്ടിൽ വന്ന് എല്ലാ ജോലിയും അവർ ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു. അപ്പൊ സ്ത്രീകൾക്ക് മാത്രമാണ് എന്താണ് ഇങ്ങനെ എന്നൊരു ചോദ്യം സമൂഹത്തിനോട് ചോദിക്കുകയാണ് ആര്? ഗീതാ ഹരണ്യൻ. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കഥയും കഥാപാത്രവും. അപ്പൊ കഥാപാത്രത്തെ മുൻനിർത്തി കഥയിലൂടെ സമൂഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനും ഉള്ളൊരു സാഹചര്യമാണ് ഇതിലൂടെ കാണുന്നത്. അതായത് ഗീതാ ഹരണ്യൻ എന്ന് പറയുന്ന എഴുത്തുകാരിക്ക് സമൂഹത്തോട് ചോദിക്കണം, എന്ത്? സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗാർഹിക ജോലികൾ മാത്രം ഒതുക്കി നിർത്തുന്നത്? പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളല്ലേ, എന്തുകൊണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകളെ സഹായിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം നേരിട്ട് ഒരാളോട് പോയി ചോദിക്കുന്നതിന് പകരം എഴുത്തുകളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ, അപ്പൊ എന്തും ഇതിൽ ഇൻക്ലൂഡഡ് ആയി കഥയും കഥാപാത്രവും. അപ്പൊ ഈ കഥയിലൂടെ ആരെ? ശ്രീ ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ എന്ന കഥാപാത്രത്തിലൂടെ സമൂഹത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കഥയുടെ മൊത്തം പ്രാധാന്യം നമ്മൾ എക്സാമിന് എസ്സേ ആക്കി നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.